വെൽക്കം ടു മൈ ട്യൂഷൻ ക്ലാസ്. നവോദയ സെലക്ഷൻ ടെസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ടോപ്പിക്ക് ആപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ മെഷേഴ്സ്. ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ മെനി സെക്കൻഡ്സ് ആർ ദെയർ ഇൻ 24 hours? 24 മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കാണണം. ഇൻ 1 hour, 1 minute. ഇൻ 1 minute ഹൗ മെനി സെക്കൻഡ്? ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ഇൻ 1 minute ദർ ആർ 60 seconds. 60 സെക്കൻഡ് ഒരു മിനിറ്റിൽ. ഇൻ 1 minute ദർ ആർ 60 seconds. ദെൻ ഇൻ 1 hour, ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കണം. ഇൻ 1 hour ദർ ആർ 60 minutes. ഒരു മണിക്കൂറിൽ 60 minutes ഉണ്ട്. അപ്പോൾ 24 hours എത്ര മിനിറ്റ് ഉണ്ടെന്ന്, എത്ര സെക്കൻഡ് ഉണ്ടെന്ന് കാണാൻ എന്ത് ചെയ്യണം? സെക്കൻഡ്സ് ഇൻ 24 hours. 24 hours സെക്കൻഡ്സ് കാണാൻ 24 into 60 into 60. അപ്പോൾ 60 into 60, 60 into 60 3600 വരും. 6 into 6 എടുത്താൽ മതി, 3600. അപ്പോൾ 24 into 6 into 6 36. 2 0 ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ 2 0 മാറ്റിയിട്ടിട്ട് 36നെ 24 കൊണ്ട് ഇൻറ്റു ചെയ്ത് കണ്ടുപിടിക്കുക. എയ്റ്റ് 64. അപ്പോൾ 864ൻ്റെ കൊടുത്ത് എന്ത് ചെയ്താൽ മതി? 6400. ഇതാണ് ആൻസർ. 86,400 seconds എന്ന് വരും. 86,400 seconds. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആൻ എൻജിൻ പമ്പ്സ് ഔട്ട് 84,500 liters of water in an hour. ദി എൻജിൻ ഈസ് റൺ ഫോർ 10 hours a day. ഒരു ദിവസം 10 മണിക്കൂർ. അപ്പോൾ ഒരു മണിക്കൂർ 84,500 liters ആണ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ പമ്പ് ഇൻ 1 hour. വാട്ടർ പമ്പ്സ് ഔട്ട് ഇൻ 1 hour. ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 84,500 liters. ഇനി ഇതിൻ്റെ വർക്കിംഗ് ടൈം എത്രയാണ്? വർക്കിംഗ് ടൈം ഓഫ് ദി എൻജിൻ പെർ ഡേ. വർക്കിംഗ് ടൈം പെർ ഡേ ഓഫ് ദി എൻജിൻ എത്ര? 10 hours എ ഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. 10 hours. അപ്പോൾ 5 days കൊണ്ട് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വാട്ടർ പമ്പ്സ് ഔട്ട് ഇൻ 5 days. വാട്ടർ പമ്പ്സ് ഔട്ട് ഇൻ 5 days. 5 ദിവസം കൊണ്ട് പമ്പ് ഔട്ട് ചെയ്യുന്ന വാട്ടർ കാണാൻ 84,500 into 10 into 5 is equal to 84,500 into 50 എടുത്താൽ മതി. 10 into 5 50. ഇപ്പോൾ 84,500നെ എന്ത് ചെയ്യണം? 50 കൊണ്ട് 5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 845നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 4,225 കിട്ടും. അപ്പോൾ 4,225ൻ്റെ അടുത്ത് 225 4,225 00. ഈ 50യുടെ 0 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 42,25,000 liters എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്തത്. ഈ 1 centimeter is equal to 10 millimeter. Then how much is a 10 cubic centimeter എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ 10 millimeter ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ എത്രയ്ക്ക് തുല്യമായിരിക്കും? 100 mm തുല്യമായിരിക്കും. അപ്പം 10 cubic centimeter കാണാനോ? cubic centimeter is equal to 10 into 10 into 10
ഇൻറ്റു 100 വരും. 10 ഇൻറ്റു 10 ഇൻറ്റു 10 ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 1 ലാക്ക്. 1 ലാക്ക് ക്യൂബിക് മില്ലിമീറ്റർ എന്ന് വരും ഉത്തരം. അപ്പോൾ ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് ആണ്, അത് ചെയ്ത് പഠിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.